ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. കുറേ നാളിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങളെല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വെറും മടിയായിട്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഒരു 4 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ അനിയത്തിയും ഫാമിലിയും കാണാൻ പോവാണ്. അപ്പോൾ എയർപോർട്ട് സീനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി എന്തോ ഒരു ട്രാവൽ വ്ളോഗാണെന്നുള്ളത്. അതെ, അപ്പോൾ അനിയത്തിയും ഫാമിലിയും ഖത്തറിലാണ് താമസം. ഇതുകൂടാണ്ട് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. എൻ്റെ അനിയൻ നാട്ടിൽ നിന്നും നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഖത്തറിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ കൂടപ്പിറപ്പുകൾ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ ട്രിപ്പ് പോണ സമയത്ത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇവിടെ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. എത്തിഹാദ് ഫ്ലൈറ്റ്സ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എത്തിഹാദിൽ ട്രാവൽ ചെയ്യുന്നത്. എന്തായാലും എത്തിഹാദ് ഫ്ലൈറ്റ്സിലെ സർവീസ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ആദ്യം ചെന്നിരുന്നപ്പോൾ തന്നെ അവരിത് ഈ ഹെഡ്സെറ്റൊക്കെ കൊണ്ടുവന്നു. നോർമലി നമുക്ക് ബഡ്സ് മോഡലാണ് കിട്ടാറ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലക്ഷറി ഫീലായിരുന്നു. പിന്നെ അവർ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നു. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇങ്ങനെ ഒരു കിറ്റ്, അവരൊരു പിള്ളേരുടെ മറ്റേ ക്രയോൺസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചു അത് കണ്ടപ്പോഴേക്കും ഹാപ്പി ആയിട്ടായി. ഇച്ചു എന്നിട്ട് അതിൽ ഓരോന്നിരുന്ന് നോക്കുമായിരുന്നു. അതും കൂടാണ്ട് സ്ക്രീൻ വർക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ടൈം എയർ ഇന്ത്യയിൽ പോയപ്പോൾ എയർ ഇന്ത്യയിൽ സ്ക്രീൻ വർക്കിംഗ് ആയിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ വർക്ക് ചെയ്യണ കണ്ടപ്പോൾ തന്നെ അവനൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ സ്ക്രീനിൽ കുറച്ച് നേരം കുത്തി കളിച്ചിരുന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നത്. അതായത് ഞങ്ങൾ പോയത് A380 എയർബസ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ അത് ഡബിൾ ഡെക്കർ ഫ്ലൈറ്റാണ്. അതുപോലെ തന്നെ ആ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ടെയിലിൻ്റെ അവിടെയും സൈഡിലും എല്ലായിടത്തും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് എല്ലാ വിഷ്വൽസും കാണാൻ പറ്റും. അതെന്തായാലും ഒരു അടിപൊളി സംഗതി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളിത് ആദ്യമായിട്ട് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് ഒരു പ്രത്യേകതരം വ്യൂ ആണല്ലോ. ഇപ്പോൾ താഴത്ത് മുകളിലേക്ക് പൊങ്ങുമ്പോഴാണെങ്കിലും അതേപോലെ മുകളിൽ ചെന്നിട്ട് ഈ ഫ്ലൈറ്റിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഉള്ള കറക്റ്റ് ലൈവ് വ്യൂ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ഞങ്ങളത് ആദ്യമായിട്ട് കാണുന്ന കാരണം ഞങ്ങൾക്കത് ഭയങ്കര എന്തൊരു അമേസിങ് ഫീലായിരുന്നു അത്. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വ്യൂ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ സ്റ്റോപ്പ് വരുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ നിന്ന് കണക്ഷനാണ് ഞങ്ങൾക്ക്. അബുദാബി ടു ഖത്തറാണ് പിന്നത്തെ ഫ്ലൈറ്റ്. സെയിം എത്തിഹാദ് എയർലൈൻസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 6.5 മണിക്കൂർ റണ്ണിങ് ഉണ്ടായിരുന്നു അബുദാബി എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ക്യാമറയൊക്കെ നോക്കി സെൽഫിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഫുഡ് വന്നു. ഫുഡ് പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു തരം റൈസും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചൈനീസ് ഫ്ലേവറുള്ള കറിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ചില്ലി ചിക്കൻ ആ ഒരു ഫ്ലേവർ വരുന്ന ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡെസേർട്ട്, പിന്നെ വെള്ളം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് മോണ്ടീസിൻ്റെ ഈ പാക്കറ്റിൽ നല്ല പാക്കിങ്ങും ഒക്കെ നല്ല കിഡ് പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തന്ന സ്പൂണ്, ഫോർക്ക് അതൊക്കെ പ്ലാസ്റ്റിക് ആയിരുന്നില്ല, നല്ല ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരുവിധം സെറ്റായി കിടന്നുറങ്ങാനായിട്ട്. പിന്നെ പിള്ളേർ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം സ്ക്രീനിൽ കുറച്ച് സിനിമയൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മൾ ഏതാണ്ട് ലാൻഡിങ്ങിൻ്റെ ടൈം ആയിട്ടായിരുന്നു. അബുദാബിയിലായിരുന്നു കേട്ടോ അടുത്ത കണക്ഷൻ വരുന്നുണ്ടായിരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അബുദാബി ഞങ്ങൾ നൈറ്റ് ടൈമിലാണ് ഇറങ്ങിയത്. നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പുലർച്ചയ്ക്ക് ആയി തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുലർച്ചെ 12 മണി 12:30 കണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, എല്ലായിടത്തും ക്യാമറ ഉള്ള കാരണം നല്ല വ്യൂ ആണ് കാണാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അബുദാബി എയർപോർട്ടിൻ്റെ ചുറ്റുപാട് മുഴുവൻ നൈറ്റ് ഫുൾ ലൈറ്റ് ഇട്ടിട്ട് ആ ഒരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ അബുദാബി എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെയും ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നോക്കിയിരിക്കേണ്ട, എല്ലാ ക്യാമറയും മാറി മാറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ പിന്നെയും ക്യാമറ ഓരോന്ന് മാറ്റി മാറ്റി, ഓരോ സൈഡ് ക്യാമറകൾ, ടെയിലിൻ്റെ ക്യാമറകൾ, ഫ്രണ്ടിലെ ക്യാമറ എല്ലാം മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലെത്തി. അബുദാബിയിൽ ഇനി ഒരു 1 hour നമുക്ക് ലേ ഓവർ വരുന്നത്. പിന്നെ ലഗേജ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് മൂവ് ചെയ്തോളും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ഇറങ്ങിയ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മറ്റേ ഗേറ്റിൻ്റെ അവിടെ ചെന്നിരിക്കേണ്ട ഒരു പണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അബുദാബിയിലത്തെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറുകയാണ്. ഇതും എത്തിഹാദ് തന്നെയായിരുന്നു കേട്ടോ. എത്തിഹാദിൻ്റെ ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു അത്. അപ്പോൾ 1 hour ടോട്ടൽ ജേർണി ടൈം അവർ നമ്മുടെ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 35-40 മിനിറ്റ്സ് മാക്സിമം അവർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്താ പറയുക, അത്രയും ഫാസ്റ്റായിട്ടാണ് ഇവർ എയർ ഹോസ്റ്റസ് ആണെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സീറ്റാണ് കിട്ടിയതും. അതിൻ്റെ തൊട്ട് ബാക്കിൽ അവരുടെ എയർ ഹോസ്റ്റസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എന്നുള്ള രീതിക്ക് ലാസ്റ്റ് സീറ്റാണ് കിട്ടിയത്. ഇതും എത്തിഹാദിൻ്റെ തന്നെ ആയതുകൊണ്ട് സെയിം മോഡൽ, നേരത്തെ ഫ്ലൈറ്റിൽ കിട്ടിയ സെയിം മോഡൽ കിഡ്സിൻ്റെ എൻ്റർടൈൻമെൻറ്റുള്ള ഐറ്റംസും അതേപോലെ അവർക്കുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ സെയിം തന്നെ നമുക്ക് പിന്നെയും കിട്ടി. പിന്നെ ഫുഡ് വരുന്നത് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഫുഡ് വന്നു, കാരണം അത്രയും ഫാസ്റ്റായിട്ട് അവർ കാര്യങ്ങൾ നോക്കണത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഇവർ ഇത്രയും ഫാസ്റ്റായിട്ട് നോക്കണേന്ന്. പിന്നെ മനസ്സിലായത് ഞാൻ പറഞ്ഞില്ലേ, ആകെ ഒരു 1/2 hour ജേർണി ഉണ്ടായിരുന്നുള്ളൂ, ഫ്ലൈയിങ് ടൈം ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വേഗം ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ നമ്മുടെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ വേസ്റ്റും അത് കാര്യങ്ങൾ എടുക്കാനായിട്ട് വന്ന് കളക്ട് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ അനൗൺസ് ചെയ്തു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാന്ന്. അത്രയും ഫാസ്റ്റായിട്ടായിരുന്നു കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും വൈഫൈ കണക്ട് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിൻ്റെ വൈഫൈ ആയിട്ട്. അപ്പോൾ കണക്ട് ചെയ്തപ്പോഴേക്കും അനിയത്തി ഫാമിലിയും അനിയനൊക്കെ ഓൾറെഡി പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവരെ കാണാനുള്ള ഒരു ഇതിൽ വേഗം ഓടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇമിഗ്രേഷൻ്റെ അവിടെ കുറച്ച് സീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കാണുമ്പോഴുള്ള വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇമിഗ്രേഷൻ്റെ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് അധികം ഞങ്ങൾ ചുറ്റി. അപ്പോൾ കുറച്ച് വെറുപ്പിക്കലായിരുന്നു സത്യം പറയാമല്ലോ. അവിടെ ഓഫീസേഴ്സ് കുറച്ച് എനിക്ക് അവരുടെ പെരുമാറ്റം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ആ ഒരു തിക്കും തിരക്കിൽ അവരെ കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റുള്ള ആ സന്തോഷത്തിൻ്റെ ഒന്നിൻ്റെയും ആ ഒരു വീഡിയോ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അവിടെ പുലർച്ചയ്ക്കാണ് എത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറക്കക്ഷീണുണ്ടായിരുന്നു. പക്ഷേ ചെന്ന് കയറിയപ്പോഴേക്കും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കലും പിള്ളേർക്ക് ടോയ്സ് കൈമാറലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഒരു ഉച്ചയായിട്ട് എണീറ്റത്. ഉച്ചത്തേക്ക് അനിയത്തി അവിടെ, എനിക്ക് ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞണ്ട് കറിയും പ്രോൺസും ഒക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ടീഷർട്ട് ഇട്ട് നടക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ അനിയൻ. പിന്നെ ഇത് എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും അവരുടെ കൊച്ചും. അപ്പോൾ ഈ ഉണ്ണിയാണ് കേട്ടോ നമ്മുടെ താരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ ഖത്തറിലേക്ക്. ഇവളുടെ പേര് ലോറ കെയ്ലിൻ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോറമ്മ എന്ന് വിളിക്കും, അതേപോലെ ഗെല്ലക്കുട്ടി എന്ന് വിളിക്കും. കൂടുതലും ഞാൻ ലോറമ്മ എന്നാണ് കേട്ടോ കൂടുതലും വിളിക്കാറ്. അപ്പോൾ ഇവൾക്ക് ഞങ്ങളന്ന് കാണാൻ പോയ ടൈമിൽ 1 വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1.25 വയസ്സായി. ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ചധികം നാൾ കഴിഞ്ഞിട്ടാണ്. കുറേ നാളിന് ശേഷം കാണുന്ന കാരണം കുറേ നേരം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഓടി നടന്ന് അങ്ങനെ കാണുക അങ്ങനത്തെ ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറേ നേരം ഇരുന്ന് വർത്താനം പറയണം, കുറേ റിലാക്സ് ആയിട്ട് നടക്കണം, കുറേ ഇങ്ങനെ ആസ്വദിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഓടിപ്പടഞ്ഞ് കുറേ സ്ഥലങ്ങൾ കാണണം, കവർ ചെയ്യണം, അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സമാധാനമായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒക്ടോബറിൽ UK തണുപ്പ് ഇങ്ങനെ കയറി വരുന്ന ടൈമായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ക്ലൈമറ്റ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായി. നമുക്ക് ആ തണുപ്പിൽ നിന്ന് ഒരു മോചനം കിട്ടിയ പോലെയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഈവനിങ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നല്ല രസമായിട്ട് നടക്കുകയാണ്. കുറേ ബോട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കുശലങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒരു മട്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഫിഫ വേൾഡ് കപ്പ് അവിടെ നടന്നല്ലോ. അപ്പോൾ അതിൻ്റെ സിംബോളിക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. ഇതും നല്ല രസമായിട്ടിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നൈറ്റ് ലൈഫാണ് മെയിനായിട്ട്. ഭയങ്കര ബിൽഡിങ്സൊക്കെ ഫുൾ ലൈറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഫുൾ ലൈറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് നൈറ്റ് ലൈഫ് കാണുമ്പോൾ. UK ഞങ്ങൾ താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഔട്ടർ ലണ്ടൻ ഏരിയയിലാണ്. അപ്പോൾ അത് ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ഒരു വില്ലേജ് മോഡലാണ്. അപ്പോൾ ഒരു കാം ആൻഡ് ക്വൈറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കവിടെ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കണതിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 7 മണി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല. പിന്നെ നല്ലോണം ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പേരെ കാണാം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്, അവിടെ ലണ്ടൻ മെയിൻ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു നൈറ്റ് ലൈഫ് ഒന്നും നമ്മുടെ അവിടെ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു നൈറ്റ് ലൈഫ്. കാരണം കുറേ നാളായിട്ട് നമ്മൾ അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് അല്ലെ രാത്രി ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ നടക്കില്ലേ, കടലിൻ്റെ സൈഡിൽ നടക്കില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലൈഫിൽ. കുറച്ച് കൊല്ലങ്ങളായിട്ട്, ഒരു 3-4 കൊല്ലങ്ങളായിട്ട് UK വന്നതിന് ശേഷം. അപ്പോൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഖത്തറിൽ പോയ ടൈം നമ്മൾ ശരിക്കും അത് യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ 2 സ്ഥലത്തും ഉള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്തുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലെയും അതേപോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ ആ ഒരു കൾച്ചറും അവിടുത്തെ ലൈഫും എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നടന്നപ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളിയടിച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കയറി നമ്മളൊരു കടയിൽ വന്ന് ഷവർമ്മ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഷവർമ്മ കഴിച്ചിട്ടും കുറച്ച് അധികം നാളായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കഴിച്ചതാണ് ഷവർമ്മ. അപ്പോൾ അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമ്മയുടെ ടേസ്റ്റുള്ള ഷവർമ്മ കേട്ടോ. അപ്പോൾ ഈ ഷവർമ്മ കടയിലാണ് വന്നത്. നല്ല അടിപൊളി ഷവർമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവും. ആ ഒരു ഫുൾ ലൈറ്റ്സ് ഓണാക്കിയിട്ട് രാത്രി കാണുമ്പോൾ അതൊരു വേറൊരു ഭംഗി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നോർമൽ പകൽ വെളിച്ചത്തിൽ കാണുന്ന പോലെയല്ല. നൈറ്റ് ഫുൾ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഫുൾ ബിൽഡിങ്സ് ഇങ്ങനെ ലൈറ്റ് കത്തി പല കളറിൽ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ലൊരു അടിപൊളി ഫീലിംഗ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ബോട്ടിങ് ആവാന്ന്. അങ്ങനെ ഞങ്ങളിതാ ഒരു ബോട്ട് ട്രിപ്പ് സെറ്റാക്കി. 1 hour അതോ 1.5 hour അങ്ങോട്ട് ആയിരുന്നു ഒരു ട്രിപ്പ് വരുന്നത്. അപ്പം ഞങ്ങൾ മാത്രമേ ബോട്ടിലുണ്ടായിരുന്നുള്ളൂ. അതും ഫുള്ള് ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത ഒരു ബോട്ടിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലവർ പാട്ടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിഷ്ടമുള്ള പാട്ട് നമ്മുടെ മറ്റേ മൊബൈൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് അങ്ങനെ അവരെല്ലാം സെറ്റാക്കി തന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഡാൻസ് കളിച്ചു. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഡാൻസ് കളിച്ചെങ്കിലും പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് വൈകിട്ടത്തെ ആ ഒരു കാറ്റ്, ചെറിയൊരു തണുപ്പുള്ള കാറ്റ് വീശുമ്പോൾ നല്ല സുഖമായിരുന്നു. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഈ ചാരുപടിയുമേ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് ആ ഫുള്ള് പുറത്ത് നൈറ്റ് ലൈഫ് കാണാനായിട്ട്, അതായത് ഫുള്ള് ലൈറ്റ്സ് അറേഞ്ച് ചെയ്തതും ബിൽഡിങ്സും എന്ത് രസമായിരുന്നു കാണാനെന്നറിയാം. അതും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന് കാണില്ലേ, അതിന് നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും ഇത് മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയണത്. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് മറ്റേ ആലപ്പുഴയിലൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ നൈറ്റിൽ നമുക്ക് ലൈറ്റ്സ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അത് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഭംഗിയാണ്. പകൽ വെളിച്ചത്തിൽ കാണുമ്പോൾ ഈ ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ കാണുമ്പോൾ അതൊരു വേറൊരു ലുക്കായിരിക്കും. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അത് വേറൊരു തരം പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നല്ലൊരു ഈവനിങ് തന്നെയായിരുന്നു കേട്ടോ അതും. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഫുഡ് അടിക്കാൻ പോയി. ഇപ്പോൾ ഇപ്രാവശ്യം പിസയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പപ്പ ജോൺസിൽ നിന്ന് പിസയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെയും കുറേ തള്ളലും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം പിന്നെ നേരത്തെ എപ്പോൾ എണീക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കഷൻ, അടുത്തത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഖത്തറിൽ വന്നുള്ള ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.